ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കറണ്ട് എനർജിയാണ്. ഞാനിവിടെ 4 പൈൽസ് കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങളുടെ എനർജിയായിട്ട് കണക്റ്റ് ആവുന്ന ഒരു പൈല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് മെഡിറ്റേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് നോക്കാം. ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, റീഡിങ്സ് നോക്കാം. Knight of Pentacles, 8 of Wands, Devil card, 10 of Swords, Page of Swords, Knight of Cups, 7 of Wands, 10 of Wands, Queen of Pentacles, 5 of Cups. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്കിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു രീതിയിലാണ്. നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും ലവും ഒക്കെ കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവും. സ്നേഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് തോന്നുന്ന പോലെ വന്നേക്കാം. ചിലപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട്. പാർട്ട്ണർ ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റൈറ്റ് പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡിൽ നമുക്ക് 8 ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റിനുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനുള്ള ഒരു ചാൻസ് ഇപ്പോൾ കാണുന്നുണ്ട് കറൻ്റ്ലി. ചിലപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജോ കോളോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, തേർഡ് ഡബിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഡബിൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ, അതല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ട്രാപ്പായിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുക, അല്ലെങ്കിൽ അഡിക്റ്റഡ് ആയിരിക്കുന്ന പോലെ തോന്നുക. ഈ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആയിട്ടും ഇതെടുക്കാം. നമുക്ക് തോന്നുന്ന ഒരു എന്താ പറയുക, ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ, അത് തന്നെയാണ് വേർഡ്, അഡിക്ഷൻ, അൺഹെൽത്തി ആയിട്ടുള്ള അഡിക്ഷൻസ് അല്ലെങ്കിൽ ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതിനെയാണ് നമുക്ക് ഈ ഒരു ഡെവിൾ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ അല്ലയോ എന്ന് ചിന്തിക്കുക. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും എന്താ പറയുക, ലവ്, കെയർ, പിന്നെ സപ്പോർട്ടിങ്, അതായത് രണ്ടുപേരുടെയും ഗ്രോത്തിനും ഫ്യൂച്ചർ ഗ്രോത്തിനായാലും ഫിനാൻഷ്യലി ആയാലും എല്ലാത്തിനും ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് ചിന്തിക്കുക. അൺഹെൽത്തി ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എനർജിയാണിത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 10 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു എൻഡിങ്സിനെയാണ് കാണിക്കുന്നത്. ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു കറണ്ട് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡബിൾ കാർഡ് ഇവിടെ ഒരു കണക്ഷൻ തരുന്നുണ്ട്. എന്തോ
ഒരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു ടെംപ്ടേഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ നിങ്ങൾക്കുണ്ട്. സോ അത് നിങ്ങളെ ഈ ഒരു വേദനയിൽ കൊണ്ടെത്തിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, പക്ഷേ അത് നിങ്ങൾ പേടിക്കേണ്ട. മീൻസ് അത് എൻഡ് ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റർ ക്ലോസ് ആകാൻ പോകുന്നു എന്നാണ്. ആൻഡ് ആ ഒരു സ്റ്റേജ് അവിടെ കഴിയാൻ പോകുന്നു. പിന്നീട് നിങ്ങൾ ആ ഒരു ഇത് ഹീലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. സോ ആ ഒരു ഇതിൽ നിങ്ങളിപ്പോൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ഏതോ ഒരു സിറ്റുവേഷൻ നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു അവസാനം വരാൻ പോകുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കിടപ്പുണ്ട്. സോ അതാണ് ആ ഒരു പോസിറ്റീവാണ് അവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഡൗട്ട്ഫുള്ളാണ്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. മേ ബി നിങ്ങൾ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിൽ ഓൺലൈനായിട്ട്. സോ ആക്ച്വലി ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത്. കാരണം നേരത്തെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് വന്നതുകൊണ്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മതി. ഈ ഒരു സംശയം ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഇപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അത് ഒരു ഒരു റൊമാൻറ്റിക്, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, ന്യൂ ബിഗിനിങ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റൊമാൻറ്റിക് പ്രപ്പോസൽ പോലെ. സോ നിങ്ങൾ ഇപ്പോൾ കമ്മിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു പ്രപ്പോസൽ വരാൻ പോകുന്നു എന്നൊരിത്. സോ നിങ്ങൾ ഇമോഷൻസിനെയൊക്കെ സ്റ്റേബിളാക്കി വെക്കുക, മുന്നോട്ട് പോകുക. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് വോണ്ട് ആണ്. സോ അവിടെ നമുക്ക് ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത്. നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായാലും നിങ്ങൾ കുറച്ച് ഫൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ ഈ ഫൈറ്റിങ്സ് നിങ്ങൾക്ക് ഇടയിലും ആയേക്കാം. ഓക്കെ, അത് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും അത് രണ്ടുപേർക്കും ഹേർട്ടാവുന്നൊരു കേസാണ്. അപ്പോൾ എപ്പോൾ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വിത്തൗട്ട് റീസൺസ്, ഒരു കാരണമില്ലാതെ ഫൈറ്റ് ചെയ്യുന്ന ഇതുവരെ ഉണ്ട്. സോ അത് ചിന്തിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചുമ്മാ അതിനും ഇതിനും എല്ലാത്തിനും ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ സോ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു എഫേർട്സ് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ ഒരു ഫൈറ്റിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ കാണത്ത പോലുമില്ല. മെജോറിറ്റി ഓഫ് ദ കേസസിലും ഈ ഒരു ഒരാൾ മാത്രം എഫേർട്ട് ഇടുമ്പോഴാണ് ഈ ഒരു ഫൈറ്റ്സ് വരുന്നതെന്നാണ് എൻ്റെ ഒപ്പീനിയനാണ്. സോ ഈവൻ രണ്ട് സൈഡിൽ നിന്നും ഒരു ലവിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക, എഫേർട്സ് ഇടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ആ ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത് കുറയുന്നതാണ്. നെക്സ്റ്റ് 10 ഓഫ് വോണ്ട്സ് വന്നിട്ടുണ്ട്. ആ ഒരു എല്ലാം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എല്ലാ സ്ട്രെസ്സും കൂടെ എടുത്തു വെച്ചുകൊണ്ട് പോകുന്ന നിങ്ങളെയാണ് കാണുന്നത്. മീൻസ് നിങ്ങൾ രണ്ടുപേരിൽ ഒരാളായിരിക്കും ഒരാൾ ഭയങ്കര കൂളായിരിക്കും ആൻഡ് മറ്റൊരു പേഴ്സണായിരിക്കും ഇമോഷണലി ആയിട്ടുള്ള വിഷമങ്ങളായാലും പാസ്റ്റിലെ ട്രോമാസും എല്ലാം ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കും. മേ ബി നിങ്ങളായിരിക്കും ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം നിങ്ങളിങ്ങനെ ചിന്തിച്ച് ഒരു പേഴ്സണായിരിക്കും എല്ലാ ബേർഡനും ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ക്വീൻ എന്ന് പറയുമ്പോഴത്തേക്കും ലവ്വിങ് ആയിട്ടുള്ള ഡീപ്പ് കെയറിങ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിലെ ഏറ്റവും കൂടുതൽ ഡീപ്പായിട്ട് കെയർ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. ആൻഡ് നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡായിട്ട് തിങ്ക് ചെയ്യണം, മെച്യൂർഡായിട്ട് റിലേഷൻഷിപ്പിൽ ബിഹേവ് ചെയ്യണം. ഈ അൺനെസസറി ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ് കാര്യങ്ങൾ ഇതൊക്കെ എടുത്ത് കളയണം. പിന്നെ അത് കൊണ്ടുണ്ടാവുന്ന ഇമോഷണൽ സ്ട്രെസ്സ് അതൊക്കെ റിമൂവ് ചെയ്യണം. കുറച്ചുകൂടെ ബോൾഡായി പോസിറ്റീവായി കാര്യങ്ങൾ ചിന്തിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്നാണ് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് കാണാം ഇമോഷണൽ ലോസ് ആണ് കാണുന്നത്.
നിങ്ങളുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിലുണ്ടായിട്ടുള്ള ആ ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഓർക്കുന്നു, ട്രോമാസ് ഓർക്കുന്നു. സോ അതിലൊക്കെ അവർ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവർ ഒരുപാട് ദുഃഖിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് ഹീലിങ്ങിനുള്ള ടൈമാണ്. നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതായത് അവർ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ഈ ഒരു ലവ് ലൈഫിൽ അവർ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അവർ എന്ത് റിസ്ക് എടുക്കാനും അവർ തയ്യാറാണ്. സോ അവരാഗ്രഹിക്കുന്നത് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണ് അവരാഗ്രഹിക്കുന്നത്. സ്റ്റേബിൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഈക്വലായിട്ടുള്ള എഫേർട്സൊക്കെ ഇട്ടിട്ട് ആ ഒരു ലവ് കെയർ എല്ലാം ഒരു ബാലൻസിൽ പോകുന്നതിനാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഹിൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്നത് 3, 7, മാർച്ച്, Z, ഹീലിംഗ് ടൈം, മോർണിംഗ്, ഡിസംബർ, this year, 27, C, X, S, Monday, (17) next year, Y, Q, W, distance, 1, 30, May, few months, few weeks, 21, Friday, Tuesday, commitment, September, miscommunication, June, G, നവംബർ, N. സോ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന ക്ലൂസ്. സോ ഇതിൽ നിന്നും നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുക. സോ ഇവിടെ നമ്മൾ കണ്ടത്, നിങ്ങളിപ്പോൾ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പാസ്റ്റ് ട്രോമാസ് അല്ലെങ്കിൽ പാസ്റ്റ് പെയിനൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും. അതിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ട്. അത് ലെറ്റ് ഗോ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു ന്യൂ ലവ്, ട്രൂ ലവ് നിങ്ങളെ തേടി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇമോഷണലി ഹീലായി ഇരിക്കാനാണ് പറയുന്നത്. ഓവർ തിങ്കിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. അതായത് ലവ്
നമുക്കൊരു ബേർഡനായിട്ട് എപ്പോഴും ഫീൽ ചെയ്യരുത്. സോ അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അത് അൺഹെൽത്തി ആണോ അല്ലെന്ന് ചിന്തിക്കുക, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയുക ഒരു ലവ് ലൈഫ് കാണുന്നുണ്ട്. സോ അതല്ല നിങ്ങൾക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിംഗ് ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊരു ഇതുണ്ടാക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. സോ ഇനി നമുക്ക് പയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിങ്സ് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മൈൻഡിൽ 3 പ്രാവശ്യം പറയുക. നിങ്ങളും നിങ്ങളെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. ഓക്കെ. Seven of Pentacles, Six of Swords, Six of Cups, Nine of Pentacles, Nine of Swords, Two of Swords, Three of Pentacles, Death card, Four of Pentacles, Four of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ചാരറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതിൽ നമുക്ക് എന്താ പറയുക, ഒരാൾ ലവ് അല്ലെങ്കിൽ എഫേർട്സൊക്കെ കൊടുത്തിട്ട് തിരിച്ച് എന്തോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കുമ്പോഴത്തേക്കും 6 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ എന്തൊക്കെയോ ഒരു പാസ്റ്റ് ട്രോമാസ് കാര്യങ്ങളുണ്ട്. മേ ബി പാസ്റ്റ് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലുള്ള ട്രോമാസ് ആയിരിക്കാം. ഓക്കെ. നെക്സ്റ്റ് 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മെമ്മറീസൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലിയേഷന് ഒരു ചാൻസ് പോസിബിളാണ്. ഓക്കെ. പിന്നീട് 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, എലോൺ ആയിട്ടിരിക്കുകയാണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നൊരു കാർഡാണ്. അതായത് സ്വന്തം ഗോൾസിലും കാര്യങ്ങളിലും മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു കാർഡാണ്. അതായത് ഒരു ഇൻഡിപെൻഡൻ്റ് ആകുക, സെൽഫ് ലവിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടൈമാണ്. നെക്സ്റ്റ് 9 ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട്. സോ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഉറങ്ങാൻ പറ്റാണ്ട് ഒരുപാട് ആങ്ഷ്യസ് ആയിട്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഒക്കെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു നൊസ്റ്റാൾജിയ കാർഡ് വന്നില്ലേ. സോ അത് തന്നെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. സോ അതിൽ റിഗ്രറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അയാളിപ്പോൾ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ഡിസപ്പോയിൻറ്റഡ് ആണ്. സോ ഹീലാവുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിച്ച് സോ അതിൽ നിന്നൊക്കെ ഹീലായി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരു റീയൂണിയനും ചാൻസ് പോസിബിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആൻഡ് നെക്സ്റ്റ് ഒരു കാർഡ് നമുക്ക് 2 ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. സോ അതെന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ഒരു കാർഡാണ്. അതായത് എന്ത് ഡിസിഷൻ എടുക്കണമെന്നറിയാണ്ട് സ്റ്റക്കായി നിൽക്കുന്നൊരു കാർഡാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അവർക്ക് ഭയമാണ്. മീൻസ് അവർ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റായി പോകുമോ, വീണ്ടും ഹേർട്ടാകുമോ എന്നൊക്കെ ഭയം അവർക്ക് ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഒരു ആങ്സൈറ്റി, ഓവർ തിങ്കിങ് ഇതൊക്കെ കണ്ടത്. ആ ഒരു കണക്ഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്.
ആൻഡ് നെക്സ്റ്റ് നമുക്ക് 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാർഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കൊളാബറേഷനാണ്, അല്ലെങ്കിൽ ഒരു രണ്ട് പേരും കൂടെ ചേർന്നുള്ളൊരു ഇത്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക സ്ട്രോങ് ആയി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് നിൽക്കണം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഫൈറ്റ് ചെയ്യണം. രണ്ട് സൈഡിൽ നിന്നുമുള്ള എഫേർട്സ് ഈക്വൽ ആയിരിക്കണം. അതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ കാണുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഡെത്തിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബിഗിനിങ്സ് വരാൻ പോകുന്നു. ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരു സൈക്കിൾ എൻഡ് ചെയ്യാൻ പോകുന്നു ആൻഡ് പുതിയൊരു ചാപ്റ്റർ ബിഗിൻ ചെയ്യാൻ പോകുന്നു. എപ്പോഴും ഒരു പുതിയ തുടക്കത്തിന് മുന്നേ ഒരു അവസാനം വേണമെന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് ഓപ്പൺ അപ്പ് ആവാൻ പോവുകയാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ അതൊരു എന്താ പറയുക ഹോൾഡിങ് ബാക്ക്, ആ ഒരു എന്താ പറയുക ഭയമായാലും ഒരു പഴയ കാര്യങ്ങളായാലും ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ്, ഇതെല്ലാം ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ മൈൻഡിൽ എന്താ പറയുക ഫില്ല് ചെയ്ത് ഒരുപാട് സ്ട്രെസ്ഡപ്പായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കറൻ്റ്ലി. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് സ്വാർഡ്സ് ആണ്. സോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ്, അതായത് നിങ്ങളിപ്പോൾ ഹീലാവേണ്ട ടൈമാണ്. കാരണം നമ്മളിപ്പോൾ ഇത്രയും വായിച്ചതിൽ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് കാർഡാണ്. ലൈക്ക് നിങ്ങൾ ഇത്രയും നാൾ സഫർ ചെയ്തതിന് ഒരു എൻഡ് ആവാൻ പോകുന്നു, ഒരു ന്യൂ ബിഗിനിങ് വരാൻ പോകുന്നു. സോ നിങ്ങൾ ആ ഒരു എന്താ പറയുക നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് വിട്ടേക്കുക. നിങ്ങൾ ഹീലാവുക, ഹീൽ ചെയ്യേണ്ട ടൈമാണ്, റിലാക്സ് ചെയ്യുക. പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ടീം വർക്ക് വേണം, അതായത് പാർട്ട്ണർഷിപ്പ് വേണം. സോ അതിന് വേണ്ടത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴി നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് മൈൻഡിലുള്ളതെന്ന് ക്ലിയർ ആക്കുക, രണ്ട് സൈഡും ക്ലിയർ ആക്കുക, മുന്നോട്ട് പോവുക. അല്ലാത്ത ഒറ്റ സൈഡിൽ നിന്ന് മാത്രം നമ്മൾ ഈ കൊടുക്കുന്ന എഫേർട്സ് കാര്യങ്ങളൊന്നും അധിക നാളും മുന്നോട്ട് പോകത്തില്ല. സോ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ചാരിയറ്റ് കാർഡാണ് വന്നത്. സോ ചാരിയറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് തന്നെ പോകുന്ന, എന്ത് വന്നാലും ശരി മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലവ് ലൈഫിൽ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. സോ നിങ്ങൾ മെച്യൂർഡായിട്ട് നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. പാസ്റ്റിലുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്താ പറയുക മൈൻഡിൽ ഹോൾഡ് ഓൺ ചെയ്യാണ്ട് അതൊക്കെ റിലീസ് ചെയ്ത് കളയണം. ആൻഡ് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ലവ് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണം. നിങ്ങൾ വേണം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിസിഷൻസ് രണ്ട് സൈഡിൽ നിന്നും വേണം. നമ്മൾ നേരത്തെ കണ്ട പോലെ രണ്ട് പാർട്ട്നേഴ്സും ഒരു ഹോണസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ, ഓക്കെ. Q, Thursday, this year, 5, spend quality time, T, 9, E, 31, 27, 17,
ഹീലിംഗ് ടൈം ഒക്ടോബർ, വെനസ്ഡേ. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് എസ് O M (24) J 23 L 12 U July. Trust issues, past relationships. D long distance. (16) morning. 2 growth. Tuesday. നെക്സ്റ്റ് ഇയർ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ക്ലൂസ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് വേണ്ടത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ ഹീലിംഗ് ടൈം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രെസ്സായി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളിപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഓവർ തിങ്കിങ്ങും ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. സോ പാസ്റ്റിലുണ്ടായത് എല്ലാം മറന്ന് ഹീലായി മുന്നോട്ട് പോകണം. ആൻഡ് രണ്ട് സൈഡിൽ നിന്നുമുള്ള എഫേർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. നിങ്ങൾ തമ്മിലിപ്പോൾ എന്താ പറയുക, ഈഗോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ ഇത്രയാണ് പൈൽ നമ്പർ 2 മെസ്സേജ് വന്നിട്ട്. ഓക്കെ, സോ നിങ്ങൾക്കിത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് പൈൽ നോക്കാം. സോ നെക്സ്റ്റ് നമുക്ക് പൈൽ നമ്പർ 3 ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം മൈൻഡിൽ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. Four of Wands, Lovers card, Hermit, 7 of Cups, 4 of Cups, 8 of Pentacles, Ace of Sword, King of Sword, Queen of Sword and Queen of Cups. ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹൈ പ്രൈസ്റ്റസ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് 4 ഓഫ് വോൺസ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ട് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നമുക്കിവിടെ ആ ഒരു കാർഡിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു മാരേജിൻ്റെ ഇത് ഇവിടെ നമുക്ക് വിസിബിളാണ്. ആൻഡ് ഇഫ് മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡീപ്പ് കണക്ഷൻ ഇനി മുന്നോട്ടുണ്ടാകും എന്നൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് കിട്ടുന്നത്. സോ നെക്സ്റ്റ് നമുക്ക്
വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സോൾമേറ്റിൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ട് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് കണക്ഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യും. ബിക്കോസ് അവർക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സോൾമേറ്റ് കണക്ഷൻ, ആ ഒരു ഡിവൈൻ സപ്പോർട്ട്, ഇതൊക്കെയാണ് ഈ ഒരു കാർഡ് റിവീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റാണ്. സോ ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ പോലെയാണ്. അതായത് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരിപ്പോൾ അവരുടേതായ ഒരു എന്താ പറയുക സ്പേസ് ആൻഡ് ടൈം എടുത്ത് അവരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഇപ്പോഴും അവർ ചെയ്യാത്തത്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതിന് കാരണം അതാണ്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് വേണം എന്നുള്ളതുകൊണ്ട്. ആൻഡ് ഇപ്പോൾ അവർ ആ ഒരു ടൈമാണ്, അതായത് അവർക്ക് ആ ഒരു അവരുടേതായ ഫീലിങ്സ് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും അവർക്ക് ഈ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു നോ കോണ്ടാക്റ്റ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത്, എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് അവർക്ക് ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, എല്ലാവരെയും ഇഗ്നോർ ചെയ്യുക, എല്ലാവരിൽ നിന്നും ഇമോഷണലി ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുക. അതാണിപ്പോൾ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് എനർജിയിൽ കാണുന്നത്. അതായത് അവർ ഇമോഷണലി കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 8 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാർഡിൽ എന്താ പറയുക ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണെയാണ് കാണുന്നത്. അതായത് ഒരു എഫേർട്സ് ഇടാനും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത്. അതായത് 2 സൈഡിൽ നിന്നുള്ള എഫേർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മേ ബി ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരിലും ഒരു പേഴ്സൺ ആയിരിക്കും കൂടുതൽ എഫേർട്സ് ഇടുക. സോ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും മിക്ക ഫൈറ്റ്സും ഉണ്ടാകുന്നത്. സോ ആ ഒരു ഈക്വൽ എഫേർട്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഏസ് ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനെ പറ്റിയിട്ട്. നേരത്തെ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ്റെ ഇത് പറയുന്നുണ്ട്. കൺഫ്യൂസ്ഡ് ആണെങ്കിലും പുള്ളിക്കാരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല, ബട്ട് കറൻ്റ്ലി ആ ഒരു തോട്ട് മൈൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ കറൻ്റ്ലി ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ഇവിടെ ഏസ് ഓഫ് സ്വോർഡ്സ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പാർട്ട്ണറിന് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ കിങ് ഓഫ് സ്വോർഡ്സും വന്നിട്ടുണ്ട്. സോ അത് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചുകൂടെ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും ഉള്ള ഡിസിഷൻസ് ഇനി അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എടുക്കും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വീൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ അങ്ങനെ എന്തോ ഉണ്ടായിട്ടുണ്ട്. സോ അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഹോണസ്റ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വഴിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ കിങ് ഓഫ് സോർഡ്സും അതുപോലെ തന്നെ ക്വീൻ ഓഫ് സോർഡ്സും രണ്ടും ഒരുപോലെ വന്നിട്ടുണ്ട്. അതായത് ബുദ്ധിപരമായി ചിന്തിക്കുകയും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യും എന്നൊരു
ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സെയിം അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഓവർ തിങ്കിങ്ങിലൂടെ. സോ നിങ്ങൾ രണ്ടുപേരും ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രണ്ടുപേരും എഫേർട്സ് ഇട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പായി മാറും എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ ഹൈ പ്രീസ്റ്റസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണറുടെ ഇമോഷൻസ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്പീക്ക് ചെയ്യുക, ഓപ്പൺ അപ്പ് ചെയ്യുക നിങ്ങളെ പാർട്ട്ണറുമായിട്ട്. ആൻഡ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, അത് തന്നെയാണ് അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു സ്പേസ് എടുക്കുന്നതിന് കാരണം. സോ അത് ക്ലിയർ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ സൈഡിൽ നിന്നുള്ളത് ക്ലിയർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓവറോൾ ഈ ഒരു റീഡിംഗ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്ട്രോങ് കണക്ഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. കാരണം ഇവിടെ 4 ഓഫ് വോണ്ട് വന്നിട്ടുണ്ട്, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ആൻഡ് ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു പാർട്ട്ണറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആൻഡ് ഇമോഷണൽ ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുന്നത് ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ട് സൈഡിൽ നിന്നുമുള്ള ആ ഒരു ഈക്വൽ എഫേർട്സുമാണ്. ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ഹിൻറ്റ് എന്താണെന്ന് നോക്കാം. Tuesday, past relationships, 30, growth, 21, 5, trust issues, M, N, G, August, ego, Friday, miscommunication, I, afternoon, expectations, 25, July, next year, express feelings, 11, external influence, 9, Q, 8, T, 17, 14, E, O, 15, U, 24, J, Wednesday,
L 16 W Monday 7. ഓക്കെ, സോ ഇത്രയും ക്ലൂസാണ് പൈൽ നമ്പർ 3യിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ കണക്റ്റായിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പൈൽ നമ്പർ 4ൻ്റെ റീഡിങ്സ് നോക്കാം. ഓക്കെ, നിങ്ങളെ മൈൻഡ് കാം ആൻഡ് ക്ലിയർ ആക്കി വയ്ക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് നിങ്ങളുടെ മൈൻഡിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഫസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, സൺ കാർഡ്, മജീഷ്യൻ കാർഡ്, കിങ് ഓഫ് കപ്സ്, സ്റ്റാർ കാർഡ്, ജസ്റ്റിസ്, ദ ടവർ, ക്വീൻ ഓഫ് വോൺസ്, പേജ് ഓഫ് വോൺസ് ആൻഡ് 2 ഓഫ് വോൺസ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ അതൊരു ലോയൽ പാർട്ട്ണർഷിപ്പിനാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാം, മെച്ചുവേർഡ് ആയിരിക്കാം, ആൻഡ് അവർ സീരിയസ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പാണ് അവർ നോക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സൺ കാർഡാണ് വന്നിരിക്കുന്നത്. സോ സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് ഹാപ്പിനെസ് സക്സസ് കാർഡാണ്. അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് വരാൻ പോകുന്നു എന്നുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കുകയോ ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ എന്ത് പ്രോബ്ലംസ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലും കറൻ്റ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക സോർട്ട് ഔട്ട് ആവാൻ പോകുന്നു, അല്ലെങ്കിൽ അത് ക്ലിയർ ആകാൻ പോകുന്നു. ഓക്കെ, ക്ലിയറായി വീണ്ടും ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഇതിലേക്ക് വരാൻ പോകുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. സോ അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനുള്ള ആക്ഷൻസ് നിങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണം നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈക്വൽ ആയിട്ടുള്ള എഫേർട്സ് ഇടാൻ വേണ്ടിയിട്ടും ഒക്കെ രണ്ടുപേരും ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ മെച്യൂർ ആയിട്ടുള്ളൊരു പേഴ്സണായിരിക്കാം, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിരിക്കാം, നിങ്ങളോട് ഇൻ ഡെപ്ത് ലവ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തിരിച്ച് വരാൻ പോകണം, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ച് വരാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ്. നമുക്ക് സ്റ്റാർ കാർഡും വന്നിട്ടുണ്ട്. സോ സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷയുടെ കാർഡാണ്, ഹീലിങ്ങിൻ്റെ കാർഡാണ്, ആ ഒരു ഡിവൈൻ കണക്ഷൻ്റെ കാർഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹീലാകുന്നുണ്ട്. ആൻഡ് അവർ വീണ്ടും ആ ഒരു എന്താ പറയുക യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. സോ നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക, പ്രതീക്ഷയോടെ ഇരിക്കുക, പോസിറ്റീവായി ചിന്തിച്ച് വെയിറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബാലൻസിൻ്റെ ഒക്കെ ഒരു കാർഡാണ്, സത്യത്തിൻ്റെ കാർഡ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കള്ളത്തരം
അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണോ സത്യം ആ ഒരു ഇത് പുറത്ത് വരാൻ പോകുന്നു എന്നുള്ളൊരു ഇതാണ്. അതായത് ഒരു നീതി കിട്ടാൻ പോകുന്നു എന്നൊരു ഇതിൽ പറയാം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് കാലം തെളിയിക്കും, അല്ലെങ്കിൽ അത് ഉടനെ അത് തെളിയാൻ പോകുന്നു. നിങ്ങളുടെ ആ ഒരു സിൻസിയാരിറ്റി അല്ലെങ്കിൽ സത്യസന്ധത നിങ്ങളുടെ പാർട്ട്ണർ അറിയാൻ പോകുന്നു എന്നൊരു അർത്ഥമാണ് ആ ഒരു കാർഡിനുള്ളത്. അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് ടവർ കാർഡ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ, ബട്ട് അത് സംതിങ് ബെറ്റർ ടു കം, എന്തോ ഒരു നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു ഇതാണ് നമുക്ക് ഈ ഒരു ടവർ കാർഡിൽ കാണുന്നത്. ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ആൻഡ് ക്വീൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോൾഡായിട്ടുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ് നിങ്ങളുടെ പാർട്ട്ണർ. ആൻഡ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. അവർ നല്ല രീതിയിൽ പാഷനേറ്റ് ആണ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ കോൺഫിഡൻ്റ് ആണ്. പേജ് ഓഫ് വോൺസും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ സ്റ്റാർട്ടിനെ കുറിച്ച് നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു, ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ പഴയതെല്ലാം മറന്ന് ഒരു റിഫ്രഷ് ആക്കി ഒരു പുതിയൊരു റിലേഷൻഷിപ്പ്, ആ ഒരു പഴയ പോസിറ്റിവിറ്റിയും ഹാപ്പിനെസ്സോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നു എന്നൊരു ഇതാണ് നമുക്കവിടെ കാണുന്നത്. ആൻഡ് 2 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു തിരിച്ചു വരവിൻ്റെ ഒരു റീഡിങ്സാണ് ഇവിടെയും കാണാൻ പറ്റുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിട്ടുള്ളത്. അതായത് എന്തോ ഒരു നമ്മൾ നേരത്തെ ആ ടവർ കാർഡിൽ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു, ഒരു ടേണിംഗ് പോയിൻ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളെന്താ ചെയ്യേണ്ടത്? നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂണും അതുപോലെ തന്നെ ടവർ കാർഡ് വന്നത് കൊണ്ട് ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങൾ വരാൻ പോകുന്നു. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, അതിന് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും. ഓക്കെ, പിന്നെ നമുക്ക് മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, ആ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് അതിനുള്ള പവറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണർ ചിന്തിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട്. സോ നമുക്ക് 2 ഓഫ് വോൺസും പേജ് ഓഫ് വോൺസും അത് തന്നെയാണ് കാണിക്കുന്നത്. സോ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരും, അതിനുള്ള ആക്ഷൻസ് നിങ്ങളുടെ പാർട്ട്ണർ എടുക്കും. ആൻഡ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. കാരണം നമുക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സോ സൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പഴയ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് ഇതെല്ലാം തിരിച്ചു വരുന്നു എന്നുള്ളതും. ആൻഡ് സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷയുടെ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലവ് ലൈഫ് നിങ്ങളിപ്പോൾ കറക്റ്റ് പാത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അൺക്ലിയർ ആയിട്ടുള്ള എല്ലാം ഉടനെ തന്നെ ക്ലിയർ ആകും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യും ആൻഡ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പൈൽ നമ്പർ 4ൻ്റെ റീഡിങ്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും എന്തെങ്കിലും ക്ലൂസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, മാർച്ച്
Y November 2 D T communication 18 A communicate openly 10 external influences few months C 12 ego October H 7 distance show appreciation U Z 24 K 28 this year May W M night O afternoon few weeks wait 14 expectations L 29 September fear V long distance ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഫയൽ നമ്പർ 4 വന്നിട്ടുള്ള ക്ലൂസ് സോ ഇത് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ആൻഡ് നിങ്ങൾക്കിത് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ ഒരു റിയൂണിയൻ ഉടനെ തന്നെ ഉണ്ടാകട്ടെ ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു